എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഈ ജ്ഞാനം, തിരിച്ചറിവ്? നമ്മളിൽ പലർക്കും ഈ തിരിച്ചറിവ് എന്നുള്ളത് വ്യക്തമായി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം സത്യമായിട്ട് തിരിച്ചറിയാനുള്ള കഴിവുള്ളവർക്ക് എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. അതായത് സത്യം സത്യമായി മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അത് തിരിച്ചറിയാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എന്താണ് ഈ ജ്ഞാനം ആൻഡ് തിരിച്ചറിവ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജ്ഞാനം എന്ന് പറയുന്നത് ഞാൻ എന്നെ പറ്റി തിരിച്ചറിയുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് ആരും കുറെ ഉള്ളവനും ആരും കുറെ ഇല്ലാത്തവനുമായിട്ട് ആരുമില്ല. എല്ലാവർക്കും എല്ലാം ഉണ്ട്. പക്ഷേ അത് തിരിച്ചറിയാനുള്ള കഴിവ് എല്ലാവർക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഈ തിരിച്ചറിയലിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ ഉള്ളതുപോലെ അറിയാനുള്ള കഴിവ്. ഇനി ജ്ഞാനവും അജ്ഞാനവും എന്താണെന്ന് നോക്കാം. ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ സ്വന്തം കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സംസാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരൊരു സെൻട്രൽ പോയിന്റ് ആയിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് സംസാരിക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട്. അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരാള് സംസാരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ ഞാനാണ് സംസാരിക്കുന്നത്, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു തോന്നല് ഞാൻ സെൻട്രൽ പോയിന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഓരോരുത്തർക്കും തോന്നും അവർ പറയുന്നതാണ് ശരി, മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല എന്നുള്ള തോന്നലാണ് വരിക. എന്നാൽ മറ്റുള്ളവർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ അവർക്കും അവരുടെ സെൻട്രൽ പോയിന്റിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ? അപ്പോൾ അവർ പറയുന്നതും അവർക്ക് ശരിയായിട്ടാണ് തോന്നുക. ആ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്. അതായത് ഞാൻ പറയുന്നത് മാത്രമല്ല ശരി, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അവർ പറയുന്നതാണ് അവർക്ക് ശരി. അത് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. അതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇനി ഞാൻ സംസാരിക്കുന്നത്, ഞാനാണ് സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത് ശരിയാണ്, മറ്റുള്ളവർ പറയുന്നത് തെറ്റാണ് എന്നുള്ളൊരു ബോധം നമ്മളെ മനസ്സിലുണ്ടാകുക. അപ്പം ഞാൻ എന്ന വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ്. ആ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും, ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നിയാലും മറ്റുള്ളവർ പറയുന്നതിനെ എതിർത്തിട്ട് തന്നെ സംസാരിക്കുക. കാരണം ഞാനാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ബോധം, ഞാൻ എനിക്ക് പ്രാധാന്യം നൽകി സംസാരിക്കുന്നത് കൊണ്ട് ശരിയാണെന്ന് തോന്നിയാലും നമ്മൾ അതിനെ എതിർക്കുക. കാരണം സംസാരിക്കുന്നത് ഞാനാണല്ലോ. ഇതാണ് അജ്ഞാനം അല്ലെങ്കിൽ അറിവില്ലായ്മ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ അജ്ഞാനത്തിൽ നിന്ന് വിമുക്തി നേടണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളും സംസാരത്തിനുള്ള അവരുടേതായ വിശ്വാസങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഒരാൾ 6 എന്ന് എഴുതിയിട്ട് മറ്റൊരാൾ മറുവശത്ത് നിന്നാൽ അയാളുടെ കാഴ്ചപ്പാടിൽ അത് 9ആണ്. പക്ഷേ എതിർവശത്ത് നിൽക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും അത് 6ആയിട്ട് തന്നെ തോന്നുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കാഴ്ചപ്പാടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു ഉദാഹരണം പറയാം. അതായത് ഒരു റൂമിനകത്ത് കുറേ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവച്ചു. കൂരാക്കൂരിരുടാണ് റൂം. എന്നിട്ട് നിങ്ങൾ ഒരാളോട് പറഞ്ഞു ആ റൂമിൽ കയറിയിട്ട് എന്താണ് ഉള്ളത് എന്ന് അന്വേഷിക്കാൻ. ആ റൂമിനകത്ത് കയറിയാൽ ആൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം അതിനകത്ത് കൂരാക്കൂരിരുട്ടാണ്. എന്നാൽ അവിടെ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ, ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഭക്ഷണ സാധനങ്ങളും എന്തൊക്കെ ഭക്ഷണമാണ് ഉള്ളതെന്നും എത്ര പേർക്കുണ്ടെന്നും വ്യക്തമായിട്ട് അദ്ദേഹത്തിന് പറയാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഇട്ടപ്പോൾ എന്താ സംഭവിച്ചത്? അത് വ്യക്തമായി കാണാൻ, അറിയാൻ അദ്ദേഹത്തിന് സാധിച്ചു. ലൈറ്റ് ഇടുന്നതിന് മുമ്പും അവിടെ ആ സാധനങ്ങളെല്ലാം ഉണ്ട്, പ്രോപ്പറായിട്ട് ആ സാധനങ്ങളുണ്ട്. ഈ
ഈ തിരയുന്ന വ്യക്തി അവിടെ ഉണ്ട്, അതിലൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി നമ്മൾ ഈ റൂം ഒരാളുടെ, ഈ വ്യക്തിയുടെ മനസ്സാണെന്ന് വിചാരിക്കുക. അതിനകത്തുള്ള ഭക്ഷണ സാധനങ്ങൾ ആ വ്യക്തിയുടെ കഴിവും ക്വാളിറ്റിയും ആണെന്ന് മനസ്സിലാക്കുക. ഈ തിരയുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും എല്ലാം ഉണ്ട്. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ഒരു ലൈറ്റ്, ഒരു പ്രകാശം ഇല്ലാത്തതാണ് ഓരോരുത്തരുടെയും പ്രശ്നം. അപ്പോൾ ഈ ലൈറ്റ് ഇടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണുക. സത്യം സത്യമായി അറിയാൻ ശ്രമിക്കുക. ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കുക. മനസ്സിൽ ഒരു പക്ഷപാതവും ഇല്ലാത്ത രീതിയിൽ അത് കാണാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും ശ്രമിക്കുക. ഇങ്ങനെയുള്ളവർക്ക് ദീർഘദൃഷ്ടി ഉണ്ടാവുകയും മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വ്യക്തിത്വവും, ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയും ചെയ്യും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയുടെ തൊട്ട് താഴത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അടുത്ത് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വിഷയവുമായി എത്തുന്നത് വരെ ബൈ ഫ്രോം മൊയ്തു MV മോട്ടിവേറ്റ്.